നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ എന്തുവായി ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നതെന്ന്? വേറെ ഒന്നുമല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ക്ഷീണവും കാര്യങ്ങളാ. പിന്നെ രാത്രി എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനോ എനിക്കില്ലാതില്ല. അങ്ങനെ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടും ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു സ്ട്രോങ് ടീ ഇട്ട് കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു അടിപൊളി ചായ ഉണ്ടാക്കാമെന്നങ്ങ് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഈ ചായ തിളക്കുന്ന സമയത്തെ ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും കിച്ചണിൽ എനിക്കറിയാം. അപ്പോൾ എനിക്ക് ചായ ഇങ്ങനെ വെറുങ്ങനെ കുടിക്കുന്ന വലിയ ഇഷ്ടമല്ല. അപ്പോൾ ചായക്ക് കൂട്ടാനായിട്ട് ഞാൻ തിന്നാൻ പോകുന്ന സാധനമാണ് ബൂന്തി. അപ്പോൾ ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ബൂന്തിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ ചാറ്റ് മസാല. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ചോട്ടാവേ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൊള്ളാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിച്ചോ. ഞാൻ അടുത്ത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ അവസാനം ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്നുള്ള ഡിസിഷൻ അങ്ങ് എടുത്തു ഗൈസ്. അങ്ങനെ നമുക്കിന്ന് രാത്രി ഗോതമ്പിൻ്റെ പുട്ടും കടലക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ. അങ്ങനെ കടലക്കറിക്ക് വേണ്ടി തേങ്ങ ചിരകുമ്പോഴേ ദേ നോക്കണേ, തേങ്ങ വേറെ ചിരട്ട വേറെ ആയിട്ടായിരുന്നു ഗൈസ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ തളരരുത് ഗൈസ്, തളരരുത് അങ്ങനെ തന്നെയല്ലേ? അത് തന്നെ. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിയില്ല ഗൈസ്. ഞാൻ ആ ചിരട്ട അവിടെ മാറ്റി വെച്ച് നമ്മുടെ അടർന്നു വന്ന തേങ്ങ എടുത്ത് ഞാൻ ചിരകി ഗൈസ്. അങ്ങനെ ആയിരിക്കണം, നമ്മൾ ഒന്നിനും വിട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നതേ നമ്മുടെ മേരി ആൻറ്റിയും നമ്മുടെ താഴത്തെ റൂമിലെ ചേച്ചിയും കൂടി ചക്ക പറിക്കുക കേട്ടോ. അപ്പം ഞാൻ അവരെ നല്ല രീതിയിൽ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അവർക്ക് കംപ്ലീറ്റ് പ്രോത്സാഹനം ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കാണികളുടെ പ്രോത്സാഹനമാണ് അരങ്ങത്തുള്ളവരുടെ ഊർജ്ജം എന്ന്. അപ്പം ഞാൻ അവർക്ക് ഈ ഊർജ്ജം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷമുള്ള ആ ഒരു ഊർജ്ജം ബൂസ്റ്റ് ചെയ്യലിന് ശേഷം ഗൈസ് അവർ ചക്ക പറിച്ചു. ഞങ്ങൾ ചക്ക പറിച്ചു ഗൈസ്.